السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. الشمائل المحمدية പാർട്ട് 7. ഒന്നാമത്തെ ബാബാകുന്ന ബാബുമാ ജാഅ ഫി ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാബിലെ 8ാമത്തെ ഹദീസിന്റെ അവസാന ഭാഗം. ആരിസ്സദിയൈനി വൽ ബത്നി മിമ്മാ സിവാ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 2 സദിയും 2 മുലയുടെ ഭാഗം, വൽ ബത്നി വയറിന്റെ ഭാഗവും ഒഴിവായവരാണ്. ഖാലിസ്സദിയൈനി വൽ ബത്നി മിനശ്ശഅരി, മുടിയെ തൊട്ട് ഒഴിവായവരാണ്. ആ ഭാഗങ്ങളിൽ മുടി പൊതുവെ കുറവാണ്. മിമ്മാ സിവാ ദാലിക, മേൽ പറയപ്പെട്ട മുടിയുള്ള ആ സ്ഥലം ഒഴിച്ച്, മുമ്പ് ഈ സ്ഥലങ്ങളിൽ ഈ പറയപ്പെട്ട 2 സദിയ് ബത്ന് ഇവിടങ്ങളിൽ മുടിയുള്ള ചില സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ടതാണ് മസ്റുബത്ത്. മസ്റുബത്ത് എന്ന് പറഞ്ഞാൽ പുക്കളിന്റെയും നെഞ്ചിന്റെയും ഇടയിലുള്ള ആ ഭാഗം, അത് മുടിയുള്ള ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു. അതൊഴിച്ച് മറ്റു ഭാഗങ്ങളൊക്കെ മുടിനെ തൊട്ട് ഒഴിവായവരാണ് റസൂലുള്ളാഹ്. അശ്അറു ദിറാഅൈനി വൽ മൻകിബൈനി വ അആലി സദ്രി, 2 മുഴങ്കൈയ്യ്, 2 ചുമല്, നെഞ്ചിന്റെ മേൽഭാഗങ്ങൾ, ഇത് മൂന്നും, ഈ 3 ഭാഗവും നീണ്ടതും അധികരിച്ചതുമായ മുടിയുള്ളവരാണ് റസൂലുള്ളാഹ്. ഈ 3 ഭാഗത്തും മുടിയുണ്ട്. ഐ കസീറു ശഅരി ഹാദിഹി സലാസത്തി, ഈ 3 സ്ഥലങ്ങളും ഉള്ള മുടി അധികരിച്ചവരാണ്. ഫശഅറുഹ ഗസീറുൻ കസീറുൻ, അവിടെ നല്ല തിങ്ങിയതും നീണ്ടതുമായ മുടിയുണ്ട്. തവീലു സന്ദൈനി, സന്ദിന്റെ തസ്നിയാണ് സന്ദൈൻ. അത് ഈ മുഴങ്കൈയിൽ നിന്ന് മാംസം ഒഴിവായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാണത്. സാധാരണ നമ്മളൊക്കെ പറയാറുള്ള മണിബന്ധം. അപ്പൊ റസൂലുള്ളാഹിന്റെ 2 കൈയിന്റെയും മണിബന്ധം, 2 പുറത്തും എല്ലുണ്ടാവും, അത് 2 നീളമായവരാണ്. അതുപോലെ തന്നെ റഹബുർ റാഹത്തി, ഉള്ളംകൈ വിശാലമായവരാണ്. ഐ വാസിഉൽ കഫി, റസൂലുള്ളാഹിന്റെ ഉള്ളംകൈ വിശാലമായവരാണ് എന്ന് പറഞ്ഞാൽ വഹുവ ദലീലുൽ ജൂദി, റസൂലുള്ളാഹിന്റെ ധർമ്മം അധികരിച്ചവരാണ്, നന്നായി ആളുകൾക്ക് ധർമ്മം ചെയ്യുന്നവരാണ് റസൂലുള്ളാഹ്. അതിന്റെ തെളിവാണ് കൈ വിശാലമായതാണ്, മുൻകൈ വിശാലമായതാണ് എന്ന് പറയുന്നത്. ഈ മുൻകൈ ചെറിയതാവുക എന്നുള്ളത് ദലീലുൽ ബുഖ്ലി എന്നാണ്, പിശുക്കിന്റെ ലക്ഷണമാണ്, അതിന്റെ അടയാളമാണ് എന്നാണ്. ഉള്ളംകൈ, മുൻകൈയിന്റെ പള്ള, അതിന്റെ വിരലുകൾ, പള്ളകൾ അടക്കം ഉള്ളതിനാണ് റാഹത്ത് എന്ന് പറയുക. ശസ്നുൽ കഫൈനി വൽ ഖദമൈനി, ഇതൊക്കെ മുമ്പ് വിശദീകരിച്ചു പോയതാണ്. റസൂലുള്ളാഹിന്റെ 2 മുൻകൈയും 2 ചെരുപ്പടിക്കാലും
അത് പരുപരുത്തവരാണ് റസൂലുള്ളാഹി. മുൻകൈയും അതിൻ്റെ മൃദുലത ഇല്ലാത്ത അവസ്ഥ ചെരുപ്പടിക്കാരനും അതേപോലെ തന്നെയാണ്. അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി യുദ്ധങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമായി, അതുപോലെ തന്നെ വീട്ടിൽ കുടുംബങ്ങളോടൊത്ത് വീട്ടുജോലി ചെയ്യുന്നതിന്റെ കാരണമായി റസൂലുള്ളാഹിന്റെ കൈകൾക്ക് വന്ന പരുപരുപ്പമാണ്. അതില്ലാത്ത വേളയിൽ റസൂലുള്ളാഹിന്റെ കൈകാലുകളൊക്കെ വളരെ മൃദുലമായതാണ് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ സായിദുൽ അത്റാഫ്, റസൂലുള്ളാഹിന്റെ അത്റാഫ് അത് ഉയർന്നവരാണ്. സായിലുൽ അത്റാഫി എന്ന് പറഞ്ഞാൽ മുംതദ്ദുൽ അസാബിഇ, അതിൽ തൂലം മുഴത്തതില എന്നർത്ഥം. വിരലുകളൊക്കെ നീണ്ടവരാണ് എന്ന് പറഞ്ഞ ഒരു മിതമായ നിലക്ക് നീണ്ടവരാണ്. അതിന് വളയലോ പിന്നെ മറ്റുള്ള കോർണേടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ. ഇനി അത്റാഫിന് അത്റാഫുൽ ബദനി എന്നർത്ഥം പറയുന്നുണ്ട്. കൈകാലുകളും തലയും എന്ന അർത്ഥത്തിൽ അത്റാഫ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഉയർന്നവരാണെന്ന് പറഞ്ഞാൽ അതിന് വളയലോ കൂനോ ഇല്ലാത്ത വിധം എല്ലാം വളരെ ക്ലിയറായ രീതിയിലുള്ളവരായിരുന്നു. അങ്ങനെയും അതിന്റെ അർത്ഥം പറയാം. ഔകാല ഷാഇരുൽ അത്റാഫ്, റാബിക്ക് സംശയം, അവിടെ സായിലുൽ അത്റാഫാണോ ഷാഇരുൽ അത്റാഫാണോ എന്ന ഒരു ശക്ക് അവിടെയുണ്ട്. ഏത് നിലക്കാണെങ്കിലും അർത്ഥമൊക്കെ ഒരേ മാതിരി തന്നെയാണ്. ഖുംസാനുൽ അഹ്മസൈനി, അഹ്മസൈനി എന്ന് പറയുന്നത്, അഹ്മസ് എന്ന് പറഞ്ഞാൽ ചെരുപ്പടിക്കാരന്റെ അഹ്മസ്, അത് അൽ മൗളിഉല്ലദി ലാ യമുസ്സുൽ അർള ഇൻദൽ വത്ഇ മിൻ വസത്തിൽ ഖദമി, ചെരുപ്പടിക്കാലിന്റെ അടിഭാഗം, അതിന്റെ മധ്യഭാഗത്തിൽ നിന്ന് കാല് നിലത്ത് ചവിട്ടുമ്പോൾ ഭൂമിയെ സ്പർശിക്കാത്ത ഒരു സ്ഥലമുണ്ട്, ചെറിയ കുഴിഞ്ഞ ഭാഗം. അതിനാണ് അഹ്മസുൽ ഖദം എന്ന് പറയാം. ഇത് റസൂലുള്ളാഹിന്റെ ഖുംസാനുൽ അഹ്മസൈനിയാണ്. ഈ രണ്ട് ചെരുപ്പടിക്കാലിന്റെ ഈ കുഴിഞ്ഞ ഈ ഭാഗം, അത് ഭൂമിയെ തൊട്ട് അത് രണ്ടിന്റെയും അകലൽ ശക്തമായവരാണ് എന്ന് പറഞ്ഞ കാന മുഅ്തദിലൽ അഹ്മസി ലാ മുർതഫിഅതൻ ജിദ്ദൻ വലാ മുൻഖഫിദതൻ കദാലിക, വല്ലാതെ കണ്ട് അത് ഉയർന്നതോ അതല്ലെങ്കിൽ വല്ലാതെ താഴ്ന്നതോ അല്ലാത്ത നിലക്ക് ഒരു മിതമായ രീതിയിലാണ്. റസൂലുള്ളാഹി കാല് നിലത്ത് വെക്കുമ്പോൾ ആ നടുഭാഗം ഭൂമിയിൽ തട്ടൂല, എന്നാൽ അത് വല്ലാതെ ഉയർന്ന് ഒരു കാണാൻ കൊള്ളാത്ത അവസ്ഥയുമില്ല. ഈ രീതിയിൽ ആണ് റസൂലുള്ളാഹിന്റെ ചെരുപ്പടിക്കാൽ ഉള്ളത്. ഇത് ഒരു അറബികൾക്കിടയിൽ വദാലിക മംദൂഹൻ, അതൊരു സ്തുതിക്കപ്പെട്ട വിശേഷണമാണ്. നേരെ മറിച്ച് ബിഖിലാഫിൽ ഖദമി റഖാഇ, റഖാആയ ഖദമുണ്ട് ചെരുപ്പടിക്കാൽ. റഖാ എന്ന് പറഞ്ഞാൽ വഹിയല്ലത്തി ലാ അഹ്മസലഹ ബിഹൈതു യമുസ്സു ജമീഉഹൽ അർള, കാല് മുഴുവനും, കാലിന്റെ അടിഭാഗം മുഴുവനും ഭൂമിയെ സ്പർശിക്കുന്ന വിധം, ഭൂമിയെ തട്ടുന്ന വിധം അവിടെ ചെറിയ കുഴി പോലും ഇല്ലാത്ത കാല്, അതിനാണ് റഖാആയ ഖദം എന്ന് പറയാ. ഫഇന്നഹു മദ്മൂമുൻ, അതൊരു നിന്ദ്യമാക്കപ്പെട്ട വിശേഷണമാണ് അറബികൾക്കരികെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥ എല്ലാ റസൂലുള്ളാഹിന്റെ കാലിന്റെ അവസ്ഥ എന്നർത്ഥം. അതുപോലെ തന്നെ മസീഹുൽ ഖദമൈൻ, രണ്ട് ചെരുപ്പടിക്കാല് അത് മിനുസമുള്ളതാണ്. ഐ അംലസുഹുമ വ മുസ്തബീഹിമ ബിലാ തകസ്സുരിൻ വലാ തശഖുഖിൻ, റസൂലുള്ളാഹിന്റെ കാലുകൾക്ക് പൊട്ടലോ കീറലോ വിള്ളലോ ഒന്നുമില്ലാതെ എല്ലാം വളരെ നല്ല രീതിയിൽ മിനുസമുള്ള. യംബു അൻഹുമൽ മാഉ, അതിനെ തൊട്ട് വെള്ളം വിദൂരമാകും, അകലെയാകും അതിനുമേൽ വെള്ളം ചൊരിച്ചാൽ.
രണ്ട് ചെരുപ്പടിക്കാലിന്റെ മേല് വെള്ളം ചൊരിച്ചു കഴിഞ്ഞാൽ ഐ ഇദാ സുബ്ബ അലൈഹിമൽ മാഉ മർറ മർറൻ സരീഅ, അതിന്റെ മേലിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ആ സ്ഥലത്തിൽ നിന്ന് ചെരുപ്പടിക്കാരിൽ നിന്ന് വേഗത്തിൽ, വളരെ വേഗത്തിലാണ്ട് താഴേക്ക് ഇറങ്ങിപ്പോകും. വഹുറു ഖദമൈഹി അംലസു ലാ യഖിഫു അലൈഹിൽ മാഉ ലിമുലാമസത്തിഹി വലീനിഹി റസൂലുള്ളാഹിന്റെ ചെരുപ്പടിക്കാര് അതിന്റെ വഹ്ർ ഭാഗം മിനുസമുള്ളതാണ്. അത് മിനുസമുള്ളതും ഒക്കെ ആയതിന്റെ പേരിൽ തന്നെ അതിന്റെ മേൽ വെള്ളം നിൽക്കൂല. അപ്പൊ പൊട്ടലും വിള്ളലൊന്നുമില്ല, വളരെ മൃദുലമായതും മിനുസമായതുമാണ്. അതുകൊണ്ട് തന്നെ കാലിൽ വെള്ളം ഒഴിച്ചാൽ അല്പം പോലും കാലിൽ നിൽക്കാതെ എല്ലാം വളരെ വേഗത്തിൽ ഒഴിച്ചു പോകും. കാൽമ എണ്ണമഴ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്, വെള്ളം നിൽക്കാതെ പെട്ടെന്നാണ് തെറിച്ചു പോകും. അതുപോലെയാണ് റസൂലുള്ളാഹിന്റെ കാലിന്റെ അവസ്ഥ. ഇദാ സാല ഖൽഅൻ ഇദാ മശാ റഫഅ റിജ്ലൈഹി ബിഖുവ്വത്തിൻ കഅന്നഹു യഖ്ലഉ ശൈഅൻ മിനൽ അർളി വലാ യജുറുഹുമാ അലൈഹിമാ. റസൂലുള്ളാഹ് നടക്കുകയാണെങ്കിൽ ഈ ഓരോ കാലും വെക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ രണ്ട് കാലും ഉയർത്തും. ഭൂമിയിൽ നിന്ന് റസൂലുള്ളാഹ് എന്തിനെയോ പറിച്ചെടുക്കുന്നത് പോലെ, ഭൂമിന്റെ മേലെങ്ങനെ ഇളച്ച് കാല് കൊണ്ടുപോകൂല. ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ നടക്കുമ്പോഴുള്ളതുപോലെ കാലിങ്ങനെ പറിച്ചു വെച്ച് നടക്കും റസൂലുള്ളാഹ്. ഇതാണ് റസൂലുള്ളാഹിന്റെ ആ നടത്തത്തിന്റെ രീതി. അപ്പൊ അവിടെ ഒരു അഹങ്കാരത്തിന്റെയോ മറ്റോ ലാഞ്ചന പോലും ആ നടത്തത്തിൽ ഇല്ല എന്നർത്ഥത്തിൽ. പിന്നെ യഖ്തു തകഫിയൻ, റസൂലുള്ളാഹി തങ്ങള് മുന്നോട്ടാഞ്ഞ് വളരെ താഴ്മയോടുകൂടെയാണ് നടക്കുക. വയംശി ഹൗന എന്നർത്ഥം, വളരെ താഴ്മയോടുകൂടെയുള്ള നടത്തമാണ്. ഇതൊക്കെ മുമ്പ് ഏകദേശം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റരീഉൽ മിശ്യത്തി, റസൂലുള്ളാഹിന്റെ ചവിട്ടുവെപ്പ് പ്രകൃത വിശാലമായി ചവിട്ടടി വെക്കുന്നവരാണ്. റരീഉൽ മിശ്യത്തി വാസിഉൽ ഖത്വത്തി ഖിൽഖത്തൻ, റസൂലുള്ളാഹിന്റെ സൃഷ്ടിപ്പ് പ്രകൃതയിൽ തന്നെ ചവിട്ടടി വിശാലമായതാണ്. ലാ തകല്ലുഫൻ, അങ്ങനെ പ്രയാസപ്പെട്ട് വിശാലമായ രീതിയിലുള്ള ചവിട്ടടി വെക്കല്ല. റസൂലുള്ളാഹിന്റെ നടത്തം ഐ വാസിഉൽ ഖത്വി മഅ കൗനി മശ്യിഹി ബിസകീനത്തിൻ കാന യമുദ്ദു ഖത്വഹു ഹത്താ കഅന്നൽ അർള തുത്വ ലഹു. ഭൂമിയെ റസൂലുള്ളാഹിക്ക് വേണ്ടി ചുരുട്ടപ്പെട്ടതുപോലെ റസൂലുള്ളാഹിന്റെ ചവിട്ടടി റസൂൽ നീട്ടി വെക്കും. എന്നാൽ നടത്തം വളരെ അടക്കത്തിലും ഒതുക്കത്തിലുമാണ്. അതോടൊപ്പം ചവിട്ടടി വിശാലമായ ചവിട്ടടിയുമാണ്. ഇത് പ്രകൃതാൽ ഉള്ളതാണ്. റസൂൽ അങ്ങനെ ചെയ്ത് ഉണ്ടാക്കി വിഷമിച്ചുണ്ടാക്കുന്ന ഒരു നടത്തമല്ല. ഇതാണ് റസൂലുള്ളാഹിന്റെ നടത്തത്തിന്റെ രീതി. ഇദാ മശാക അന്നമാ യൻഹത്തു മിൻ സബബിൻ, ഇതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയതാണ്. നടക്കുകയാണെങ്കിൽ റസൂലുള്ളാഹ് പിന്നെ ഒരു ചെരിഞ്ഞ ഭാഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ മുന്നോട്ട് ആഞ്ഞുകൊണ്ടുള്ള നടത്തമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈദൽ ഇൽത്തഫത്ത ജമീഅൻ, ഇത് മുമ്പ് കഴിഞ്ഞു പോയതാണ്. റസൂലുള്ളാഹ് തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണമായും തിരിഞ്ഞു നോക്കും എന്നല്ലാതെ ഇടം കണ്ടിട്ട് നോക്കുക, അങ്ങനത്തെ കള്ളനോട്ടങ്ങളൊന്നും റസൂലുള്ളാഹിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഹാഫിദു തർഫി, റസൂലുള്ളാഹ് തർഫ് പിന്നെ താഴ്ന്നവരാണ് എന്ന് പറഞ്ഞാൽ കണ്ണ് താഴ്ത്തിയവരാണ് റസൂലുള്ളാഹ്. ഹാഫിദുൽ ബസരി, കണ്ണിനെ താഴ്ത്തും. കാരണം അന്ന ഹാദാ ശഅ്നുൽ മുതഅമ്മിരി അൽ മുസ്തഗിലി ബി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാര്യത്തിൽ ജോലിയായ ചിന്താകുലനായ ഒരാളുടെ അവസ്ഥ അതാണ്. എപ്പോഴും താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കും, കണ്ണ് താഴ്ത്തിക്കാണ്ടായിക്കാരം. ഫലം യസൽ മുതിരിഖത്തൻ മുതവജ്ജിഹൻ ഇല ആലമിൽ ഗൈബി,
റസൂലുള്ള എപ്പോഴും തല താഴ്ത്തിയാണ് ഉണ്ടാവുക. ആലമുൽ ഗൈബ് അദൃശ്യ ലോകത്തിലേക്ക് റസൂലുള്ള മുന്നിട്ട് കൊണ്ട് തല താഴ്ത്തി ഇരിക്കുകയാണ് എപ്പോഴും. മസ്ഊലൻ ബി ഹാലിഹി, ആലമുൽ ഗൈബിന്റെ ആ അവസ്ഥ കൊണ്ട് ജോലിയാക്കപ്പെട്ടവരാണ്. മുതഫക്കിറൻ ഫി ഉമൂരിൽ ആഖിറത്തി, ആഖിറത്തിന്റെ കാര്യത്തിൽ സദാ ചിന്താകുലനാണ്. മുതവാദിഅത്തൻ ബി തബഇ, പ്രകൃതിയാൽ റസൂലുള്ള വളരെ താഴ്മ ഉള്ളവരുമാണ് റസൂലുള്ള. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാന്റെ ചിന്തയും നോട്ടവും ഒക്കെ എപ്പോഴും താഴോട്ടാണ്. മറ്റുള്ള രീതിയിലുള്ള നോട്ടങ്ങളൊന്നും റസൂലുള്ളാഹിക്കില്ല എന്ന് പറഞ്ഞാൽ അധികരിച്ച നോട്ടവും അങ്ങനെയാണ്. ആകാശത്തിന്റെ ഭാഗത്തേക്കുള്ള നോട്ടം അവിടെ കൊടുത്തിട്ടുണ്ട്. നദറുഹു ഇലൽ അർളി അത്വലു മിൻ നദരിഹി ഇലസ്സമായി, റസൂലുള്ളാന്റെ ഭൂമിയിലേക്കുള്ള നോട്ടം അത് ആകാശഭാഗത്തിലേക്കുള്ള നോട്ടത്തിനേക്കാൾ അധികരിച്ചതാണ്. ഭൂമിയിലേക്ക് നോക്കിയുള്ള ചിന്തയാണ് ആകാശത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയുള്ളതിനേക്കാളൊക്കെ കൂടുതൽ വലിയ ചിന്തയും നോട്ടവും. കാരണം റസൂലുള്ളാന്റെ ചിന്ത എപ്പോഴും ഈ ഒരു രീതിയിൽ ഭൂമിയിലുള്ള ആളുകളെ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയാണ് റസൂലുള്ളാൻ നിയോഗിക്കപ്പെട്ടത്, അല്ലാതെ അഹ്ലുസ്സമാഇനെ തർബിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ റസൂലുള്ളാഹിക്ക് കൂടുതലായിട്ടുള്ളത് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുനാവി, അതുപോലെ തന്നെ ജമുൽ വസായിദ്, അൽ മവാഹിബുൽ ലദുനിയ എന്ന് പറഞ്ഞ ഹാശിയത്തുൽ ബാജൂരി ഒക്കെ വ്യക്തമാക്കുന്നത്. ജുല്ലു നളരിഹി അൽ മുലാഹദത്തു, റസൂലുള്ളാഹിന്റെ നോട്ടത്തിന്റെ പ്രധാന ഭാഗവും അത് മുലാഹദയാണ്. എന്ന് പറഞ്ഞാൽ ദുന്യാവിലേക്ക്, പ്രത്യേകിച്ച് അതിന്റെ ആഡംബരങ്ങളിലേക്ക്, ഭംഗികളിലേക്കുള്ള റസൂലുള്ളാഹിന്റെ നോട്ടം, ഭൂരിഭാഗം നോട്ടവും അത് അൽ മുലാഹദത്തു, അതായത് നളറു ബിൽ ലഹാദി, വാൽക്കണ്ണുകൊണ്ടുള്ളതായ നോട്ടമാണ്. കണ്ണുകൊണ്ടുള്ളതായ നോട്ടം എന്ന് പറഞ്ഞാൽ ദുന്യാവിലേക്കും ദുന്യാവിന്റെ ഭംഗികളിലേക്കുമുള്ള റസൂലുള്ളാഹിന്റെ നോട്ടം അതത്ര, അതിലേക്ക് ആഗ്രഹമുള്ള അലച്ചയുള്ള ആളുകൾ അതിലേക്ക് പൂർണ്ണമായ രീതിയിൽ തിരിഞ്ഞു നോക്കി ശ്രദ്ധ അങ്ങോട്ടേക്കാറും ദുന്യാവിന്റെ ആഡംബരങ്ങളെ ചിന്തിക്കുന്ന, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാഗ്രഹികളുടെ നോട്ടം അങ്ങനെയൊക്കെയാകും. എന്നാൽ റസൂലുള്ളാഹിന്റെ ഫലം വെക്കും നദറുഹു ഇലൽ അസ്യാഇ കനദരി അഹ്ലിൽ ഹിർസി വശറഹി ബൽ കാന യുലാഹിളുഹ ഫിൽ ജുംലത്തി ഇംതിസാലൻ ലിഖൗലിഹി തആല ലാ തമുദ്ദന്ന ഐനൈക എന്ന് പറയുന്ന ആയത്തിന്റെ ആ ഒരു അള്ളാന്റെ കൽപ്പനയെ റസൂലുള്ളാഹിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം, കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുതെന്നൊക്കെ പറഞ്ഞ അതിനെ വഴിപ്പെട്ടുകൊണ്ട് റസൂലുള്ള ഒരു ചെറിയ രീതിയിലെ ദുന്യാവിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാറുള്ളൂ എന്ന അർത്ഥമാണ് ഇതിന്റെ. യസൂഖു അസ്ഹാബഹു, റസൂലുള്ളാഹ് തന്റെ അസ്ഹാബിനെ യുഖദ്ദിമുഹും ബൈന യദൈഹി, തന്റെ അനുയായികളെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് മോദിക്കും. വയംശി ഖൽഫും, റസൂലുള്ള അവരുടെ പിന്നിലാണ് നടക്കുക. കഅന്നഹു യസൂഖും, റസൂലുള്ള അവരെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ, റസൂലുള്ള അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ റസൂലുള്ള എപ്പോഴും എന്താ ചെയ്യുക? പിന്നിലാണ് നടക്കുക. അതിന്റെ കാരണം പലതാണ്. അവിടെ ഇപ്പൊ കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഖദ്ദമുഹും ബൈന യദൈഹി യുഖദ്ദിമുഹും ബൈന യദൈഹി വയംശി ഖൽഫുഹും. അതിന്റെ ഒരു കാരണം പറഞ്ഞിട്ടില്ലേ, അന്നൽ മലായികത്ത കാനത്ത് തംശി ഖൽഫ വഹി, മലക്കുകൾ എപ്പോഴും റസൂലുള്ളാഹിന്റെ പിന്നിലാണ് നടക്കാറുള്ളത്. അപ്പൊ കാന യഖൂലു, അപ്പൊ റസൂലുള്ള പറയാറുണ്ട്, ഉത്റുഖു ഖൽഫ വഹിരി ലഹും, എന്റെ ഈ പിൻഭാഗം നിങ്ങൾ മലക്കുകൾക്ക് വേണ്ടി ഒഴിച്ചിടണം, അത് അവർക്ക് നടക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് എല്ലാവരെയും മുന്നിലേക്ക് നടത്തും. മാത്രമല്ല വലിഹന്ന ഹാദാ ശഅ്നുൽ വലിയി മഅൽ മൗലാ ലഹും അലൈഹി, റസൂലുള്ള തങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്.
റസൂലുള്ളാഹിന്റെ നിയന്ത്രണത്തിലുള്ളവരാണ് റസൂലുള്ളാഹിന്റെ അസ്ഹാബ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ചെയ്യേണ്ടതും ഇങ്ങനെയാണ്. ഈ യഖ്തബിറ ഹാലഹും, അവരുടെ അവസ്ഥ പരിശോധിക്കാൻ വേണ്ടി, വയൻളുറ ഇലൈഹിം, അവരിലേക്ക് നോക്കാൻ വേണ്ടി, ഇപ്പൊ യുറബി മൻ യസ്തഹിഖു തർബിയത്ത. അപ്പൊ പിന്നെ തർബിയത്ത്, അവരെ പരിപാലിക്കേണ്ട നിയന്ത്രിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കും. വയുആതിബു മൻ തലീഖു ബിഹിൽ മുആതബത്തു, ആക്ഷേപം അനുയോജ്യമായി വന്ന ആളുകളെ ചിലപ്പോൾ ആക്ഷേപ രൂപത്തിൽ പറയേണ്ടി വരും. വയുഅദ്ദിബു മൻ യുനാസിബുഹു തഅദീബു, മര്യാദ പഠിപ്പിക്കലാണ് അവിടെ അനുയോജ്യം എന്ന് കണ്ട് അവിടെ മര്യാദ പഠിപ്പിക്കേണ്ടി വരും. വയുക്കമ്മിലു മൻ യഹ്താജു ഇല തക്മീലി, പൂർണ്ണതയിലേക്ക് എത്തൽ ആവശ്യമായി വരുന്ന ആൾക്കാരെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടത് റസൂൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചാണ് റസൂലുള്ള എപ്പോഴും പിന്നിൽ നടക്കുന്നതും അസ്ഹാബിനെ മുന്നിലേക്ക് നടത്തുന്നതും. വയബുദുറു മൻ ലഖിയ ബിസ്സലാമി, റസൂലുള്ള കണ്ടുമുട്ടുന്നവരെ സലാമു കൊണ്ട് റസൂലുള്ള ഉടരും. റസൂലുള്ള ചെയ്യൽ അങ്ങനെയാണ്. ഹത്ത സുബിയാനി എന്ന ചില റിവായത്തിൽ അങ്ങനെയുണ്ട്. കുട്ടികൾ വരെ, കുട്ടികൾക്ക് പോലും റസൂൽ അങ്ങോട്ട് ചെന്ന് സലാം പറയലാണ്. അതാണ് റസൂൽ ചെയ്യൽ. വൽമാന അന്നഹു കാന യുബാദിറു വയസ്ബഖു മൻ ലഖിയഹു മിൻ ഉമ്മത്തിഹി ബിതസ്ലീമി തഹിയ്യത്തി, ആളെ കാണുമ്പോൾ പറയുന്ന സലാം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നിന്ന് റസൂലുള്ള കണ്ടുമുട്ടുന്ന ആളുകളെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം റസൂലുള്ള പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ഉളരി ചെന്ന് ഒരു സലാം പറയും. അത് കല്ലി അന്നഹു മിൻ കമാലി ശിയമിൽ മുത്തവാദിഈന, താഴ്മ ചെയ്യുന്ന ആളുകളുടെ ആ പൂർണ്ണത, സ്വഭാവത്തിന്റെ പൂർണ്ണതകളിൽ പെട്ടതാണ് അത് എന്നാണ്. വഹുവ സയ്യിദുഹും, റസൂലുള്ള ഈ ഉമ്മത്തിന്റെ സയ്യിദാണല്ലോ. ആ പൂർണ്ണമായ നല്ല സ്വഭാവത്തിന്റെ ഏറ്റവും പൂർണ്ണതയിൽ നിൽക്കുന്ന റസൂലുള്ളയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ റസൂലുള്ള ചെയ്യുന്നത്. ഇതൊക്കെ അൽ മവാഹിബുൽ ലദുനിയ, അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ മുനാവി, ജമ്മുൽ വസായിൽ പോലെയുള്ളതിലൊക്കെ ഇങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 9-ാമത്തെ ഹദീസ്, ഹദ്ദസനാ അബൂ മൂസ മുഹമ്മദ് ബിനുൽ മുസന്ന ഖാല ഹദ്ദസനാ മുഹമ്മദ് ബിനു ജഅഫർ ഖാല ഹദ്ദസനാ ശുഅബത്തു അൻ സിമാക് ബിൻ ഹർബിൻ ഖാല സമീഅതു ജാബിർ ബിൻ സമുറത യഖൂലു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു വലിഅൽ ഫമി അസ്കലൽ ഐനി മൻഹൂസൽ അഖ്ബി, ഇതായിരുന്നു റസൂലുള്ളാഹ്. ഹദീസിന്റെ റാവികളിൽപ്പെട്ട ഖാല ശുഅബത്തു, ശുഅബ പറയാണ്, ഖുൽതു ലി സിമാക്കിൻ, ഞാൻ സിമാക്ക് എന്നവരോട് ചോദിച്ചു, മാ വലിഉൽ ഫമി, വലിഉൽ ഫമു എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു. ഖാല, സിമാക്ക് എന്നവർ പറഞ്ഞു, അലീമുൽ ഫമി എന്നാണ്, വായ വലുതായവർ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹിന്റെ വായ നന്ന ചെറുതല്ല, അല്പം വലിപ്പമുള്ളതാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, മാ അസ്കലുൽ ഐനിയും ചോദിച്ചു. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, തവീലു ശഖ്ഖിൽ ഐനി, തവീലു ശഖ്ഖിൽ ഐനി, കണ്ണിന്റെ ആ കീറല് നീളമായവരാണ്. ഇതാണ് സിമാക്ക് എന്നവര് പറഞ്ഞ അർത്ഥം. ഇവിടെ ഈ തഫ്സീറിനെ സംബന്ധിച്ചു പറയുന്നു, ഈ തഫ്സീർ ലുഗത്തിന്റെ കിതാബുകളിലൊന്നും ഇല്ലാത്ത ഒരു തഫ്സീറാണ്. സാധാരണ ഉപയോഗിച്ചു വരുന്ന ലുഗത്തിന്റെ കിതാബുകളിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങള് സിമാക്ക് എന്നവരിൽ നിന്നുള്ള ഒരു വഹ്മ നിലക്ക് വന്നതാണ്. വസ്സവാബു മത്തഫഖ അലൈഹിൽ ഉലമാഉ വ ജമീഉ അസ്ഹാബിൽ ഗരീബി അന്ന ശക്ലത, ഈ ഉലമാ
വസ്സവാബു മത്തഫഖ അലൈഹിൽ ഉലമാഉ വജമീഉ അസ്ഹാബിൽ ഗരീബി അന്ന ശക്കിലത ഹുംറത്തുൻ ഫി ബയാദിൽ ഐനിന, കണ്ണിന്റെ ആ വെളുപ്പിലുള്ള ഒരു കടും ചുവപ്പ് നിറം. ഇതാണ് റസൂലുള്ള ഈ കണ്ണ് അഷ്കലാണ് എന്ന് പറഞ്ഞ ഉദ്ദേശം. റസൂലുള്ളാന്റെ കണ്ണിന്റെ വെളുപ്പിൽ കടും ചുവപ്പ് നിറം ഉണ്ടായിരുന്നു. ഷഹ്ലത്ത് എന്ന ഒരു പ്രയോഗമുണ്ട്. അത് കണ്ണിന്റെ കറുപ്പിലുള്ള ചുവപ്പാണ്. ഇവിടെ അതല്ല. അപ്പൊ വശക്കിലത്തു യഹ്ദ അലാമാത്തിൻ നുബുവത്തി എന്നാണ്. പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ഈ കണ്ണിന്റെ വെളുപ്പിലുള്ള ആ കടും ചുവപ്പ് നിറം എന്നുള്ളതാണ്. അങ്ങനെ കമാ ഖാലഹുൽ ഹാഫിദുൽ ഇറാഖി വൽ അസ്കരു മഹ്മൂദുൻ മഹബൂബുൻ. ഇങ്ങനെ ഈ ഒരു നിറം എന്ന് പറയുന്നത് അത് വളരെ സ്തുതിക്കപ്പെട്ടതും അറബികൾക്ക് വലിയ ഇഷ്ടമുള്ളതുമാണ്. റസൂലുള്ളാഹിന്റെ അവസ്ഥയും അങ്ങനെയായിരുന്നു എന്നാണ്. കുൽത്തു, ഞാൻ ചോദിച്ചു, മാ മൻഹൂസുൽ അഖ്ബി, മൻഹൂസുൽ അഖ്ബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ഖാല, അപ്പോ സിമാക്ക് എന്നവര് പറഞ്ഞു, ഖലീലു ലഹ്മിൽ അഖ്ബിന. അഖ്ബ് മടമുങ്കാലിന്റെ മാംസം കുറഞ്ഞവരാണ്. അപ്പൊ മടമുങ്കാലിന്റെ അവിടെ മാംസം കുറവാണ് റസൂലുള്ളാഹിന്റേത്. 10-ാമത്തെ ഹദീസ്, ഹദ്ദസനാ ഹന്നാദ് ബിൻ സബി ഖാല ഹദ്ദസനാ അബ്ദുർ ബിൻ ഖാസിം. അങ്ങനെ പറഞ്ഞു പോയി. അന്നബി ഇസ്ഹാഖൻ ജാബിർ ബിൻ സമുറത ഖാല, അവർ പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ ബിൻ സമുറത്ത് എന്ന് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, ഫീ ലൈലത്തിൻ യുദ്ഹിയാൻ. യുദ്ഹിയാൻ എന്ന് പറഞ്ഞാൽ ഈ ലൈലത്തിൻ മുഖ്മറത്തിൻ മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ എന്നാണ്. ലൈലത്തിൻ മുളീഅത്തിൻ ലാ ദുൽമത ഫീഹാ വലാ ഗൈമ ബൽ മുഖ്മറത്തുൻ മിൻ അവ്വലിഹാ ലി ആഖിരിഹാ ഐ താലിഅത്തുൻ ഫീഹൽ ഖമറു എന്നർത്ഥം. അന്ന് ആ രാത്രിയുടെ തുടക്കം മുതൽ അവസാനം വരെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നല്ല നിലാവുള്ള രാത്രിയാണ്, നല്ല തെളിഞ്ഞ രാത്രിയാണ്. മഴക്കാറോ മൂടലോ ഇരുട്ടോ ഒന്നുമില്ലാത്ത നല്ല തെളിഞ്ഞ രാത്രി. നേരം രാത്രിയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല പ്രകാശമുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. അലൈഹി ഹുല്ലത്തുൻ ഹംറ, റസൂലുള്ളാഹിന്റെ മേൽ ഒരു ചുവന്ന ഒരു വസ്ത്രമുണ്ട്. അങ്ങനെ ഇപ്പൊ ജഅൽതു അൻദുറു ഇലൈഹി, ഞാൻ റസൂലുള്ളാഹിയിലേക്ക് നോക്കുന്നവരായി. വഇലൽ ഖമർ, ചന്ദ്രനിലേക്കും നോക്കുന്നവരായി. ഹുല്ലത്തുൻ ഹംറഇന്റെ വിശദീകരണം മുമ്പ് കഴിഞ്ഞു പോയതാണ്. അപ്പോ റസൂലുള്ളാഹിനെയും അതുപോലെ തന്നെ ആ പൂർണ്ണ ചന്ദ്രനെയും ഞാൻ ഇങ്ങനെ മാറി മാറി നോക്കുന്നവനായി. ഫലഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ, നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അടുക്കൽ ആ പൂർണ്ണ ചന്ദ്രനേക്കാൾ എത്രയോ ഭംഗിയാണ് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിനെ കണ്ടവരാണ് ആ പറയുന്നത്. 11-ാമത്തെ ഹദീസ്, ഹദ്ദസനാ സുഫിയാൻ ഇബ്നു വഖീഇൻ, അങ്ങനെ പറഞ്ഞ്, അൻ അബി ഇസ്ഹാഖ ഖാല സഅല റജുലുൻ അൽ ബറാഅ ബിൻ ആസിബ്, ഒരു റജുല് ബറാഅ ബിൻ ആസിബ് എന്നവരോട് ചോദിച്ചു, അകാന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല സൈഫി, റസൂലുള്ളാഹിന്റെ മുഖം അത് വാളുപോലെയായിരുന്നോ എന്ന് ചോദിച്ചു. വാളുപോലെയായിരുന്നോ എന്ന് ചോദിച്ചത് പിന്നെ പ്രകാശത്തിലും നീളത്തിലും നല്ല തിളങ്ങുന്ന വാളാകുമ്പോൾ അതിൻ്റെ ആ തിളക്കം,
അതുപോലെ തന്നെ അതിന്റെ ആ ഒരു നീളം, ആ ഒരു രൂപത്തിലായിരുന്നോ റസൂലുള്ളാഹിന്റെ മുഖം എന്ന് ചോദിച്ചപ്പോ രണ്ടും കൂടെ ചോദ്യം. റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ ശൈലിയും അതിന്റെ ആ പ്രകാശ ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു അവസ്ഥ പറ്റി ചോദിക്കാം. കാല അപ്പോ അവര് പറഞ്ഞു ലാ, അങ്ങനെയല്ല, ബൽ മിഥിലു ഖമരി, ബൽ മിഥിലൽ ഖമരി, അത് പിന്നെ ഖമറ് പോലെയാണ്, അത് റസൂലുള്ളാഹിന്റെ വട്ടമുഖമാണ്, എന്നാൽ വാളിനേക്കാണൊക്കെ നല്ലോണം പ്രകാശമുള്ളതാണ്, അങ്ങേയറ്റം വട്ടമല്ല, എന്നാൽ വട്ടവും അല്പം ഒരു ചെറിയ നീളവും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ നിലക്കാണ് പറയുന്നത്. ഇത് തനി വട്ടത്തിലാകുമ്പോഴും ഭംഗികേടാണ്, തനി ഒരു നീണ്ട കോലത്തിലായാലും ഭംഗികേടാണ്. അപ്പോ ഒരു വട്ടത്തിലും എന്നാൽ അല്പം നീണ്ടിട്ടും കൂടിയായ ഒരു ഭംഗിയുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ മുഖം. ഒരു ഹദീസിലുണ്ട്, പിന്നെ റസൂലുള്ളാഹിയായിരുന്നു അഹ്സന മിനൽ ഖമരി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖമറിനെക്കാണൊക്കെ ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ആ പ്രയോഗമുള്ളത്. 12ാമത്തെ ഹദീസ്, ഹദ്ദസനാ അബൂ ദാവൂദ് അൽ മസാഹിഫിയു സുലൈമാൻ ഇബ്നു സൽമിൻ തുടങ്ങി അൻ അബി ഹുറൈറത ഖാല, അവര് പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബിയദ കഅന്നമാ സീഗ മിൻ ഫില്ലത്തിൻ റജില ശൈരി. ഇതൊക്കെ മുമ്പ് ഏകദേശം പറഞ്ഞു പോയതാണ്. റസൂലുള്ളാഹിയായിരുന്നു വെളുത്തവരായിരുന്നു, വെള്ളിയാൽ ഉണ്ടാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു എന്ന അർത്ഥത്തിൽ. റജില ശൈരി, റസൂലുള്ളാഹിന്റെ മുടി നേരിയ ഒരു ചുരുളൽ ഉള്ള മുടിയായിരുന്നു. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു പോയതാണ് റജില ശൈരി എന്നുള്ളതൊക്കെ. 13ാമത്തെ ഹദീസ്, ഹദ്ദസനാ ഖുതൈബത്ത് ബിൻ സഈദ് എന്ന് തുടങ്ങി അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയം റസൂലുള്ളാഹി തങ്ങൾ ഖാല പറഞ്ഞു, ഉരിള അലയ്യൽ അംബിയ, എന്റെ മേൽ അംബിയാഇനെ വെളിവാക്കപ്പെട്ടു. ഉരിള അലയ്യൽ അംബിയാവു, എന്റെ മേൽ അംബിയാഇനെ വെളിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഉറക്കിലാണ്, അങ്ങനെയും ആവാം, അതല്ലെങ്കിൽ ഇസ്രായിന്റെ രാത്രിയിൽ അങ്ങനെയും ആവാം. രണ്ടു നിലക്കുമുള്ള വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അത് 3 പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറബികളുടെ ജദ്ദാണ്, എല്ലാ വിഭാഗങ്ങളോടത്തും സ്വീകാര്യനാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലിന്റെ പ്രവാചകരാണ്. ഈ 2 രീതിയിലാണ്, 2 നില പരിഗണിച്ചാണ് ഈ 3 പ്രവാചകന്മാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്. ഫഇദാ മൂസ അലൈഹിസ്സലാം, അപ്പൊ നോക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാം വറുബും മിനൽ റിജാൽ, അത് റിജാലിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഒരു ഇനമാണ്, മനുഷ്യരിൽ ഒരു പ്രത്യേക ഇനമാണ് എന്ന് പറഞ്ഞാൽ ഒരു മിതമായ തടിയുള്ളവരാണ് അവര്. അന്നഹു മിൻ റിജാലി ശനൂഅത്ത, ശനൂഅത്ത് എന്ന് പറയുന്നത് ഹിയ ഖബീലത്തും മിനൽ യമനി ഔ മിൻ ഖഹ്താന, ഒന്നുകിൽ യമനിൽപ്പെട്ട ഒരു കബീലയാണ്, അതല്ലെങ്കിൽ കഹത്താനിൽപ്പെട്ട ഒരു കബീലയാണ്. ഏതായാലും ഒരു കബീലക്കാരാണ് ശനൂഅത്ത്. ആ ശനൂഅത്തിന്റെ പുരുഷന്മാരിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നിപ്പോവും കണ്ടാൽ. ആര്? മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ അവര് ഈ ഖബീലന്റെ വരിജാലു ഹാദിഹിൽ ഖബീലത്തി മുതവസ്സിത്തൂന ബൈനൽ ഖിഫത്തി വസ്സന്നി, നന്ന മെലിഞ്ഞൊട്ടിയവരോ നല്ല തടിച്ചവരോ അല്ലാത്ത ഒരു മധ്യ രീതിയിലുള്ള ആണുങ്ങളാണ് അവിടുത്തെ ഈ കബീലന്റെ ആണുങ്ങൾ. അപ്പൊ അതുകൊണ്ട്
അവരുടെ നസബയും ഹസബയും ഒക്കെ വളരെ ശുദ്ധമായവരും അഴകാർന്നവരുമാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ അത്. വറഅയ്തു ഈസബിന മറിയം അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും ഞാൻ കണ്ടു. ഫൈദ അഖ്റബു മൻ റഅയ്തു ബിഹി ശബഹൻ ഉർവത്ത് ബിൻ മസ്ഊദാണ്. അപ്പോ അവർ ഒരുത്തരോട് അടുത്തവരാണ്. എങ്ങനത്തെ ഒരുത്തരാണ്? റഅയ്തു ബിഹി, ഞാൻ ആ ഒരുത്തരെ കൊണ്ട് കണ്ടിട്ടുണ്ട്. ശബഹൻ സാദൃശയാൽ ഉർവത്ത് ബിൻ മസ്ഊദ്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദിനോടുള്ള ആ ഒരു സാദൃശ്യതയാണ് കാണാൻ കഴിഞ്ഞത്. ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്നത് സഖഫിയാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, ഹുദലിയല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹുദൈബിയ ദിവസം ഖുറൈശികൾ പറഞ്ഞയച്ചത് ഈ ഉർവത്ത് ബിൻ മസ്ഊദിന് സഖഫി എന്നവരെയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിയുമായി സന്ധി ഉണ്ടാക്കിയവർ, അന്ന് അവർ മുസ്ലിമായിട്ടില്ല. പിന്നെ അവർ മുസ്ലിമായി ഹിജറ 9-ാം വർഷം തായിഫിൽ നിന്ന് റസൂലുള്ളാഹി മടങ്ങിയ ശേഷം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ജനതയിലേക്ക് മടങ്ങിപ്പോകാൻ അദ്ദേഹം സമ്മതം തേടി. അങ്ങനെ അദ്ദേഹം മടങ്ങി തന്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ അവരിൽപ്പെട്ട ആ ജനതയിൽപ്പെട്ട ഒരാള് അമ്പെയ്തു. അങ്ങനെ അവർ മരിച്ചു എന്നാണ്. അപ്പോ ഈ ഉർവത്ത് ബിൻ മസ്ഊദ് എന്നവരുടെ മരണവാർത്ത റസൂലുള്ളാഹിക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മിസ്ലു ഉർവത്ത മിസ്ലു സാഹിബി യാസീൻ. സൂറത്ത് യാസീനിന്റെ ആ ആളെ, അവിടുത്തെ ഒരു ആളെ സംബന്ധിച്ച് യാസീനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു തആലാന്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിച്ചപ്പോൾ അവർ കൊന്നു ആ യാസീനിൽ പറഞ്ഞ ഒരാളെ. അതേമാതിരിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ് എന്നവര് എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഇവരെ സംബന്ധിച്ച് പറഞ്ഞു എന്നൊക്കെ കാണാൻ കഴിയും. വറഅയ്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. ഫൈദ അഖ്റബു മൻ റഅയ്തു ബിഹി ശബഹൻ സാഹിബുക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടവരിൽ ബഹുമാനപ്പെട്ടവർക്കുള്ള ശബഹ് നിങ്ങളുടെ സാഹിബായ എന്നോടാണ് അവർക്കുള്ള സാദൃശ്യത. അവരോട് അടുത്തവരാണ് രൂപത്തില്. ഞാൻ നഫ്സഹു, റസൂൽ സ്വന്തം നഫ്സിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സാദൃശ്യതയുള്ളവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വറഅയ്തു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയും ഞാൻ കണ്ടു. ഫൈദ അഖ്റബു മൻ റഅയ്തു ബിഹി ശബ്ഹൻ ദിഹിയത്തു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നോക്കുമ്പോൾ ദിഹിയത്തുൽ കൽബി റഹ്മത്തുള്ളയോടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശബ്ഹ് സാദൃശ്യതയുള്ളത്. വളരെ മഷ്ഹൂറായ സഹാബിയാണ്, പ്രമുഖ സഹാബിയാണ്. ബദറിന്റെ ശേഷമുള്ള സകലമാന യുദ്ധത്തിലും റസൂലുള്ളാഹിനോടുകൂടെ പങ്കെടുത്തവരാണ്. ദിഹിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം റഈസുൽ ജുന്ദീന, സൈന്യങ്ങളുടെ നേതാവ്. വകാന ജിബ്രീലു യഅ്തിൽ മുസ്തഫ ഗാലിബൻ അലാ സൂറത്തിൽ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അരികിലേക്ക് മിക്കപ്പോഴും വരിക ഈ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിന്റെ മേലാണ്. കാരണം അന്ന ആദത്തൽ അറബി ഖബലൽ ഇസ്ലാമി ഇദാ അർസലു റസൂലൻ ഇലാ മലിക്കിൻ. അറബികളുടെ പതിവ്, ഇസ്ലാമിന്റെ മുമ്പത്തെ പതിവ്, ഒരു രാജാവിലേക്ക് ഒരു ദൂതനെ അവരയക്കുമ്പോ യുർസിലൂഹു ലാ യുർസിലൂഹു ഇല്ലാ മിസ്ല ദിഹിയത്തിൻ ഫിൽ ജമാലി. ദിഹിയത്തുൽ കൽബിയെ പോലെ നല്ല ഭംഗിയുള്ള ആളെ മാത്രമേ അയക്കാറുള്ളൂ. വൽ ഫസാഹത്തി, നല്ല സംസാര വൈഭവമുള്ള അങ്ങനത്തെ ആളുകളെ പറഞ്ഞേക്കുള്ളൂ. ഫൈനഹു കാന ബാരിഅൻ ഫിൽ ജമാലി. ഈ ദിഹിയത്തുൽ കൽബി വളരെയധികം ഭംഗിയുള്ളവരായിരുന്നു എന്നാണ്. ബിഹൈസു തുദറബു ബിഹിൽ അംസാലു. പല ഉപമകളും വെച്ച് പറയാറുണ്ട് ദിഹ്യത്തിനെ വെച്ചുകൊണ്ട്. അത്രയും ഭംഗിയുള്ളവരാണ്.
വലാ ശക്ക അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ളമുൽ മിനൽ മുലൂക്ക്. റസൂലുള്ളാഹ് എല്ലാ രാജാക്കന്മാരെക്കാണൊക്കെ വലിയവരാണ്. ഇപ്പൊ കാന യഅ്തീഹി ഫി ഗാലിബി അഹ്യാനിഹി ബിസൂറത്തിഹി. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും വലിയ എല്ലാ രാജാക്കന്മാരെക്കാണയും വലിയവരായ റസൂലുള്ളാഹിലേക്ക് ഈ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ ഏറ്റവും ഭംഗിയാർന്ന രൂപത്തിലാണ് വന്നിരുന്നത് എന്ന് ഈ അൽ മവാഹിബുൽ ലദുനിയ പോലെയുള്ളതിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. 14ാമത്തെ ഹദീസ് ഹദ്ദസനാ സുഫിയാൻ ഇബ്നു വകീഇൻ എന്ന് തുടങ്ങി അൻ സഈദിനിൽ ജുവൈരി ഖാല സമിഅതു അബൂ തുഫൈൽ യഖൂലു. അബൂ തുഫൈലിനെ ഞാൻ കേട്ടു, അവർ പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു, വമാ ബഖിയ ലാ വജ്ഹിൽ അർളി അഹദുൻ, ഭൂമുഖത്തിന്റെ മേലില്ല ഒരാളുമില്ല, റആഹു, റസൂലുള്ളാഹിനെ കണ്ട ആളായിട്ട് ഒരാളുമില്ല, ഗൈരി, ഞാനല്ലാതെ. ഇപ്പോ നിലവിൽ റസൂലുള്ളാഹിനെ കണ്ട ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ്. ആ പറഞ്ഞത് ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, മനുഷ്യരിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ്. മലക്കുകളും ജിന്നുകളൊക്കെ വേറുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാം ഒഴിവായി ഈ പറഞ്ഞതിൽ നിന്ന്. കാരണം ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലല്ല. ഖിദ്ർ നബി അലൈഹി സ്വലാമും ഈ പറഞ്ഞ വാക്കുകൊണ്ട് പുറപ്പെടുന്നുണ്ട്. കാരണം അത് ജനങ്ങളുമായി കൂടിക്കലർന്ന് നിൽക്കുന്നവരല്ല ഖിദ്ർ നബി അലൈഹി സ്വലാം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ജനങ്ങളുമായി കൂടിക്കലർന്ന് നിൽക്കുന്ന ഭൂമിയിലുള്ള മനുഷ്യരിൽ റസൂലുള്ളാഹിനെ കണ്ടവരിൽ ഇനി ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കുൽത്തു, ഞാൻ പറഞ്ഞു, സിഫ്ഹുലി, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾ വിശേഷണം പറഞ്ഞു തരൂ. ഖാല, അവർ പറഞ്ഞു, കാന അബിയള മലീഹൻ മുഖസ്സദൻ, റസൂലുള്ളാഹി വെളുത്തവരായിരുന്നു, മലീഹ നല്ല സൗന്ദര്യവാനുമായിരുന്നു. വെളുത്തവർ ഇതിന്റെ കർത്തം മുമ്പ് വിശദീകരിച്ചതാണ്. മുഖസ്സദൻ, ഒരു മിതമായ നിലയിലുള്ളവരുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മുതവസ്സിത്തും ബൈന തൂലി വൽ ഖസ്രി, നീളത്തിന്റെയും കുറിയതിന്റെയും ഇടയിൽ ഒരു മധ്യനിലയിലുള്ളവർ, നല്ല നീണ്ടവരും നല്ല കുറിയവരുമല്ല, അതുപോലെ തന്നെ നല്ല തടിച്ചവരും നല്ല മെലിഞ്ഞൊട്ടിയവരുമല്ല, രണ്ടിന്റെ ഇടയിലുള്ള രൂപം. അപ്പൊ എല്ലാത്തിലും ഒരു മധ്യനിലയിലുള്ള ഒരു പ്രകൃതമായിരുന്നു റസൂലുള്ളാഹിന്റേത്. 15ാമത്തെ ഹദീസ് ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് തുടങ്ങി അൻ മൂസ ബിൻ ഉഖബത അൻ ഖുറൈബിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഅൻഹു ഖാല, അവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിയായിരുന്നു, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അഫ്ലജ സനിയത്തൈൻ, റസൂലുള്ളാഹിന്റെ രണ്ട് മുൻപല്ലുകൾ അകന്നവരാണ്. ഇദാ തകല്ലമ റുഇയ, റസൂൽ സംസാരിക്കുകയാണെങ്കിൽ കാണപ്പെടും, കന്നൂരി, പ്രകാശം കാണപ്പെടും, യഖ്റുജു മിൻ ബൈനി സനായാഹു, റസൂലുള്ളാഹിന്റെ ആ സനായ എന്ന് പറഞ്ഞ സനിയത്ത് എന്ന് പറയുന്നത് മുൻപല്ലുകളാണ്. ആ മുൻപല്ലുകൾക്കിടയിലൂടെ പ്രകാശം പുറപ്പെടുന്നതായിട്ട് കാണപ്പെടും റസൂലുള്ളാഹി സംസാരിക്കുമ്പോ. ഇതാണ് അഫ്ലജു സനിയത്തൈനി എന്ന് പറഞ്ഞാൽ. മുൻപല്ല്, അതുപോലെ തന്നെ കത്രിപ്പല്ല് എന്നൊക്കെയാണ് സനിയത്തിന്റെ അർത്ഥം. അപ്പൊ സംസാരിക്കുമ്പോൾ പല്ലുകൾക്കിടയിലൂടെ, ആ പല്ലിന്റെ വിടവിലൂടെ പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വരും. ഇതാണ് റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നു. 1ാമത്തെ ബാബ് കഴിഞ്ഞു. ഇനി 2ാമത്തെ ബാബ്, ബാബു മാ ജാഅ ഫീ ഖാതമിൻ നുബുവത്തി എന്നുള്ളതാണ്.